ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കൂ എന്നുള്ള രീതിയിലായിട്ടോ എൻ്റെ കാര്യം. അത്രയും അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് ആരെടുത്തിട്ടുള്ള ഉണ്ണിയപ്പാണ് എൻ്റെ ഒരു ഫ്രണ്ട് മുബഷിറ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ചെടുക്കുന്നതിന് തൊട്ട് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ടൊരു 3 സ്ലൈസ് ബ്രെഡ് കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അരി മിക്സിയിലിട്ടിട്ട് ഒരു 3/4 ഭാഗം കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. 3/4 ഭാഗം അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ ബ്രെഡ് കൂടെ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക. വെള്ളം കൂടി പോകേണ്ട. ബ്രെഡ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒഴിവാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഒരു 3 അച്ച് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് ഈ മാവിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് മൈദ എത്രയാണോ വേണ്ടത് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്, 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചൂടായിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ നെയ്യോട് കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളു കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മിനിമം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ 2 മണിക്കൂറാണ് വെക്കുന്നത്. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വെക്കാം കേട്ടോ. എത്രയും വെക്കുന്നോ അത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാ കുറച്ചുകൂടെ തിക്കായിട്ട് വന്നിട്ട് 2 മണിക്കൂറിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. പിറ്റേ ദിവസത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.